സ്നേഹിതന്മാരെ, നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റ് ഇപ്പോൾ സമയം ഏകദേശം 8 മണി. ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അത്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ആളുകളൊക്കെ ടോൾ ഗേറ്റ് ഹൈഡ് ചെയ്ത് പോകാൻ തുടങ്ങി തോന്നുന്നു കേട്ടോ. ഏതായാലും വേണ്ടിയില്ല. ഇവിടെയൊക്കെ ഈ സമയത്തൊക്കെ നല്ല വരിവരിയായിട്ട് നിന്ന ഒരു സമയമായിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മുടെ ടോൾ ഗേറ്റിൽ ഓരോ വാഹനങ്ങൾ ബില്ലടിച്ച് എങ്ങനെ പോകുന്ന കാഴ്ചയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒന്നും മനസ്സിലാക്കാനില്ല. ആളുകളൊക്കെ ടോള് ഹൈഡ് ചെയ്ത് മെല്ലെ അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടിയൊക്കെ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഏതായാലും നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് എന്നുള്ള ഈ ഒരു പേര് അത് മാറ്റേണ്ടി വരും എന്ന് തോന്നുന്നു കേട്ടോ. കോഴിക്കോട് ടോൾ ഗേറ്റിൽ ഇനി റേഞ്ച് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ടവറുകളൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇനി റേഞ്ച് ഇല്ലാതെ ടോൾ അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവിടെയൊക്കെ ടവർ, സ്വന്തമായിട്ട് ടവറൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും അടിപൊളി. ഇപ്പം നമ്മുടെ ടോൾ ഗേറ്റിൽ ഏകദേശം തിരക്കുകളൊക്കെ വളരെ കുറവാണ്. വാഹനങ്ങൾ ഇനി നോമ്പൊക്കെ ആയിട്ടാണ്, എന്തായാലും വേണ്ടിയില്ല, ആയിക്കോട്ടെ. ഓരോ വാഹനങ്ങൾ അങ്ങനെ പോകുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡുള്ള ടോൾ ഗേറ്റ് ആട്ടോ, അവിടെയും വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സമയം 8:15. ഏതായാലും നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള തിരക്കൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അവിടെ വാഹനങ്ങൾ ഇനി ഇവിടെ ഫാസ്ടാഗ് ഇതൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തിട്ടാണോ ഏതായാലും വേണ്ടിയില്ല, അവിടെ സംഭവം ബ്ലോക്കില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കാഴ്ചയിൽ കാണുന്ന ചില കാര്യങ്ങൾ, കോഴിക്കോട് ടൗണിലേക്ക് രാമനാട്ടുകര ഭാഗത്തു നിന്ന് തന്നെ വാഹനങ്ങൾ ഇറങ്ങി വരുന്ന കാഴ്ചകളും അതുപോലെ മറ്റുള്ള റോഡുകളിലൂടെ ഒക്കെ ഇറങ്ങിയിട്ട് പല ഭാഗത്തും ബ്ലോക്ക് ആകുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ആളുകൾ ഹൈഡ് ചെയ്തിട്ടാണോ പിന്നെ ടോൾ ഗേറ്റ് സ്മൂത്തായിട്ട് വർക്കായിട്ടാണോ? ഇപ്പം ടോൾ ഗേറ്റിൽ ഏതായാലും വളരെ തിരക്ക് കുറവാണ്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ. ഏതായാലും എല്ലാവരും ലൈക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്താളി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി കേട്ടോ.